ഹലോ അസ്സാമു അലൈക്കും നമസ്കാരം. വെൽക്കം ടു ടെയിൽസ് ഓഫ് നജു. വീണ്ടും ഒരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, ഒരുപാട് സന്തോഷമുണ്ട്. മുൻപിട്ട ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ ഒരുപാട് നല്ല നല്ല കമൻറ്റ്സ് വന്നിരുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും അതുപോലെ കമൻറ്റ്സൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഇൻക്ലൂഡ് ആക്കുന്നത് ഒരു മാരേജ് ഫംഗ്ഷൻ്റെ വീഡിയോയും അതുപോലെ തന്നെ ചിക്കൻ ബൂണ എന്ന റെസിപ്പിയും അതുപോലെ പോപ്കോണിൻ്റെ 3 വെറൈറ്റി റെസിപ്പീസുമാണ് കാണിക്കുന്നത്. 3 ടൈപ്പ് പോപ്കോൺ റെസിപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ പോപ്കോണും അതുപോലെ പെപ്പർ പോപ്കോണും അതുപോലെ കാരമൽ പോപ്കോണുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മാരേജിൻ്റെ അന്നേ ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കുക, അതുപോലെ റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കുക. ചിക്കൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. ചിക്കൻ്റെ റെസിപ്പി കല്യാണ ദിവസത്തിൻ്റെ തലേ ദിവസം ചെയ്തെടുത്തിട്ടുള്ള റെസിപ്പിയാണ്. അതുപോലെ അന്ന് ദിവസത്തെ ഓരോ വിശേഷങ്ങളുമായിട്ടുള്ള വ്ളോഗാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ടിരിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യം തന്നെ ചിക്കൻ ബൂണ മസാലയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ചിക്കൻ ബൂണ മസാല എന്ന് പറഞ്ഞാൽ റോസ്റ്റ് ചിക്കൻ തന്നെയാണ്, പക്ഷേ വെറൈറ്റി ഇൻഗ്രീഡിയൻസൊക്കെ കൂടിയിട്ട് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1 കിലോ ചിക്കൻ എടുത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീര് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുത്ത് വയ്ക്കുക. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് 1 ടീസ്പൂണാണ്. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ട് ഒരു അരമണിക്കൂറൊക്കെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ആ ഒരു സമയം കൊണ്ട് ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകവും 3 വറ്റൽമുളകും എടുത്തിട്ടുണ്ട്. പിന്നെ 1 കഷ്ണം പട്ടയും 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. അപ്പോൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കുക. ഈ ഒരു സമയം കൊണ്ട് 3 തക്കാളി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ചെറിയ ജീരകം ഒന്ന് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 സവാള ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നന്നായിട്ട് വഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളിയുടെ പേസ്റ്റ് ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഇനി ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാലകൾ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്തിരുന്നു. ആ മസാല ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ നന്നായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഒന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അല്പം വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ഗ്ലാസ് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു വെള്ളത്തിൽ കിടന്നത് നന്നായിട്ട് വറ്റി വരണം. ആ ഒരു സമയത്താണ് ചിക്കന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് അല്പം കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് അല്പം കുറവായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 1 ടീസ്പൂൺ കൂടെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഇതാ ചിക്കൻ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. ചിക്കൻ ബൂണ റെസിപ്പി ഉണ്ടാക്കി നോക്കാത്തവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ചോറിലേക്കും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിലേക്കായാലും ചപ്പാത്തിയിലേക്കായാലും ഒക്കെ നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഡിഷാണ്. ഈ ഒരു റെസിപ്പി കല്യാണത്തിൻ്റെ തലേ ദിവസം ട്രൈ ചെയ്തതായിരുന്നു. അപ്പോൾ ആ ഒരു ദിവസം കല്യാണത്തലേന്നായതുകൊണ്ട് തന്നെ ഒന്ന് മോക്ക് മൈലാഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിമ്പിളായിട്ട് എൻ്റെ ഒരു രീതിക്ക് ഇട്ട് കൊടുത്തിട്ടുള്ള മെഹന്തിയാണ്. പിന്നെ ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത് മോൾ തന്നെയാണ്. മോളെ കയ്യിലാണ് ഫോൺ കൊടുത്തിരുന്നത്.
വ്ളോഗ് വീഡിയോ ആയാലും റെസിപ്പി വീഡിയോ ആയാലൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്കും അതുപോലെ കമൻറ്റ് ചെയ്യണം. ഓരോരുത്തരുടെയും കമൻറ്റ് കാണുമ്പോഴാണ് നമുക്ക് ഒരുപാട് സന്തോഷമാണ്. കാരണം നമുക്ക് ഒരുപാട് യൂട്യൂബേഴ്സ് ഫ്രണ്ട്സായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വീഡിയോസ് കാണുകയും സപ്പോർട്ട് ചെയ്യുകയും അതുപോലെ കഴിവിനനുസരിച്ച് കമൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇനിയും ഇതുപോലെ തന്നെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്കും ചെയ്യുക, അതുപോലെ ഷെയറും ചെയ്യുക. അപ്പോൾ ഇതാ മോളുടെ ഒരു കയ്യിൽ മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവളുടെ നായിലിൽ ഒരു മൈലാഞ്ചി ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ റാണിക്കോണാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു റാണിക്കോണിൻ്റെ പ്രത്യേകത വേറൊരു കളറാണ് ഉള്ളത്. അപ്പോൾ ഇതാ മോളുടെ 2 കയ്യിലും മെഹന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ എൻ്റെ ഒരു കയ്യിലും കൂടി മെഹന്തി ഇട്ടിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് കാണിക്കുന്നത്. ഇപ്പോൾ നേരം വെളുത്തിട്ടുണ്ട്. രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ദോശയ്ക്കുള്ള മാവ് അരക്കുന്നതാണ്. ഉഴുന്ന് ദോശയാണ്. അപ്പോൾ തലേന്നൊന്നും അരച്ച് വെച്ചിട്ടില്ലേനു. അന്നത്തെ ദിവസമാണ് അരച്ച് വെക്കുന്നത്. പിന്നെ ഉഴുന്ന് തലേന്ന് അരച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള മസാല ദോശയുടെ റെസിപ്പി മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഉമ്മാക്ക് ഓട്ടടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഉഴുന്നിട്ട കടികളൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് അല്പം അരി കുതിർത്ത് വെച്ചിരുന്നു തലേന്ന് തന്നെ. അപ്പോൾ അതൊന്ന് അരച്ചെടുത്തിട്ട് അല്പം ചോറും കൂടി കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ദോശയ്ക്കുള്ളും അതുപോലെ ഓട്ടടയ്ക്കുള്ളും മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഓട്ടടയ്ക്കുള്ള മാവിൽ അല്പം ഉപ്പും അതുപോലെ തേങ്ങ ചിരവിയതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു മാവ് മുഴുവൻ ഇന്നെടുക്കുന്നില്ല. 2 ഓട്ടടയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ തന്നെ ദോശയുടെ മാവും ബാക്കി ഉണ്ടാവും. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കലാണ്. അപ്പോൾ ദോശയുടെ മാവിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു സമയം കൊണ്ട് ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതുപോലെ ഓട്ടടയ്ക്ക് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കല്യാണമുണ്ട്. കല്യാണം ഉള്ളത് ഇവിടുത്തെ ഹസ്ബൻഡിൻ്റെ അമ്മായിൻ്റെ പേരക്കുട്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടാണ് കല്യാണം നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ചോറൊന്നും ഉച്ചയ്ക്ക് ഉണ്ടാക്കുന്നില്ല. ഇപ്പോൾ ഇതാ ചായക്ക് വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ അല്പം ചായപ്പൊടി കൂടി ഇട്ട് കൊടുത്തിട്ട് ചായ റെഡി ആയിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് നേരത്തെ ഒഴിച്ചിട്ടുണ്ടായിരുന്ന ഓട്ടട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചട്ടിയിൽ നിന്നും മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളിവിടെ ഇതിനെ ഓട്ടട എന്നാണ് പറയുന്നത്. പലരും കുത്തപ്പം അങ്ങനെയൊക്കെ പറയുന്നവരായിരിക്കും. അപ്പോൾ ഇതാ അടുത്ത ഓട്ടട കൂടെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ ഓട്ടടയുടെ ബാക്കി മാവ് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി അടുത്തത് തയ്യാറാക്കിയെടുക്കുന്നത് ദോശയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ദോശയ്ക്ക് ചുറ്റിച്ച് കൊടുത്തിട്ട് ദോശയും ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ദോശയ്ക്ക് വേണ്ടിയിട്ട് ഒരു നോർമൽ ചട്നിയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് തേങ്ങയും അതുപോലെ ഒരു പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും അല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സിയിൽ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം കൊണ്ട് മോള് എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് തന്നെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അല്പം കടുകും വറ്റൽമുളകും ഇട്ട് കൊടുത്തിട്ട് നേരത്തെ അരച്ച തേങ്ങയുടെ അരപ്പ് കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ അല്പം കൂടെ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് തിള വരുന്ന സമയത്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട്. ഇനി മോളുടെ പല്ല് തേപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അടിച്ചു വാരലും അങ്ങനെയുള്ള കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണ് ചായ കുടിക്കൽ. അപ്പോൾ ഇന്നലെ ഇട്ടിട്ടുള്ള മൈലാഞ്ചിയൊക്കെ നന്നായിട്ട് ചുവന്ന് വന്നിട്ടുണ്ട്. അവൾക്ക് ബിഗ് ബിയുടെ മൈലാഞ്ചിയാണ് ഇട്ട് കൊടുക്കൽ. ഇന്നലെ ഇട്ട് കൊടുത്തത് വഫയുടെ മൈലാഞ്ചി ആയതുകൊണ്ട് പിറ്റേ ദിവസത്തേക്കാണ് അതിൻ്റെ കളറ് വരല്. അപ്പോൾ ആ ഒരു ത്രില്ലും കൂടെ അവൾക്കുണ്ട്. അപ്പോൾ ജിലുവിൻ്റെ പല്ലുതേപ്പ് കഴിഞ്ഞ ശേഷം ഇതാ മുറ്റമടിച്ച് വരാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഗാർഡനിലുള്ള പൂക്കളുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. പിന്നെ രാവിലെ തന്നെ ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ നല്ലൊരു ത്രില്ലാണ്. കാരണം നമ്മളുണ്ടാക്കിയ ചെടിയിൽ പൂക്കളൊക്കെ ഇട്ട് നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു രസമാണ്. അപ്പോൾ മുറ്റം അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ചായ കുടിക്കലാണ്. അപ്പോൾ ചായയൊക്കെ കുടിച്ച് പിന്നെ അടുക്കള ക്ലീനിങ്ങും അതുപോലെ അകം ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. തിരുമ്പൽ, കുളിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കഴിച്ചിട്ടുണ്ട്. കല്യാണത്തിന് പോകാനുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുണ്ട്. ഇപ്പോൾ പോകാനായിട്ട് മോളും ഞാനൊക്കെ റെഡി ആയിട്ടുണ്ട്. പോകാനായിട്ട് ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉമ്മയും മോളും കാത്തു നിൽക്കുകയാണ്.
അപ്പോൾ ഓട്ടോറിക്ഷ വന്നിട്ട് ഞങ്ങൾ ഓഡിറ്റോറിയത്തിലാണ് കല്യാണം. അപ്പോൾ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുന്നുംപുറം വോൾപ്പ് ഓഡിറ്റോറിയമാണ്. അപ്പോൾ വന്ന സമയത്ത് തന്നെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് ഞങ്ങളിതാ കല്യാണത്തിന് ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നല്ല പാട്ടും കാര്യങ്ങളുണ്ട്. കസിൻസിൻ്റെ പാട്ടൊക്കെയാണ് അവിടെ ഉള്ളത്. ഇനി നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഫുഡിന് 2 തരം റൈസും അതുപോലെ ചിക്കൻ പൊരിച്ചതും അങ്ങനെയുള്ളതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ജിലേബി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കുന്ന വീഡിയോ അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. പിന്നെ ഇതാ വീണ്ടും ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ പല പരിപാടികളും പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് റിലേറ്റീവ്സും എല്ലാവരും കണ്ടതായിട്ട് അങ്ങനെ അധികം വീഡിയോസൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ കല്യാണത്തിൻ്റെ ഓരോ വിശേഷങ്ങളുടെ വീഡിയോ ഇതിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് അന്ന് ഈവനിങ്ങിലാണ് പോപ്കോണിൻ്റെ റെസിപ്പിയും കൂടെ ട്രൈ ചെയ്യുന്നത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ ഇനി നെക്സ്റ്റ് ആയിട്ട് പോപ്കോണിൻ്റെ റെസിപ്പീസ് കാണിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ 3 തരം പോപ്കോണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പോപ്കോണിൻ്റെ സീഡ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ പോപ്കോൺ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നോർമൽ പോപ്കോണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ചൂടായ ശേഷം ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഒരു 1/4 കപ്പ് ചോളം എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ ആകുമ്പോഴേക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതാ പോപ്കോണൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഈ ഒരു പാന് ഫുള്ളായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ച് കാരമൽ പോപ്കോണാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അല്പം ചോളാപ്പൊരി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു 1/4 കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇതുപോലെ പരത്തിയിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 1/4 കപ്പിൻ്റെ പകുതി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പഞ്ചസാര ഒന്ന് കാരമലൈസ് ചെയ്ത് എടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം മീഡിയത്തിലിട്ടിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇതാ പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഞ്ചസാര ഒന്ന് തിക്ക് ഫോമിലായി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടറോ നെയ്യോ ഡാൽഡയോ ഏതെങ്കിലും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ബ്രൗൺ കളറിലായിട്ട് വരും. ഇതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള പോപ്കോൺ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കണം. എന്നിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഒരു പരന്ന പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ചൂടാറി കഴിയുമ്പോഴാണ് നന്നായിട്ട് ക്രിസ്പിനെസ് ഉണ്ടാവുക. കാരമലൈസൊക്കെ പറ്റി പിടിച്ചിട്ട് നന്നായിട്ട് ഒട്ടി പിടിച്ചിട്ടുണ്ടാവും പോപ്കോണുകൾ തമ്മിൽ. കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് അടർത്തി മാറ്റി കഴിഞ്ഞാൽ സെപ്പറേറ്റായി വരും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോപ്കോണാണ്. മധുരമൊക്കെ ഇഷ്ടമുള്ള ആളുകൾക്ക് ഈ ഒരു പോപ്കോൺ നല്ല ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇപ്പോൾ ഇതാ നോർമൽ പോപ്കോണും അതുപോലെ തന്നെ കാരമൽ പോപ്കോണും റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് സ്പൈസിനെസ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ട് പെപ്പർ പോപ്കോണിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് പെപ്പർ പോപ്കോണിൻ്റെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ 1/2 കപ്പ് പോപ്കോണിൻ്റെ സീഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലോ വെളിച്ചെണ്ണ ഏതായാലും മതി. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് മാറ്റി വെച്ചിട്ടുള്ള 1/2 കപ്പ് പോപ്കോൺ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു അടപ്പ് ഉപയോഗിച്ച് അടച്ച് വയ്ക്കുക. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ നന്നായിട്ട് കുക്കായി വരും. ഇതിലെ സീഡൊക്കെ നന്നായിട്ട് പൊരിഞ്ഞ് വരും. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ ബാക്കിയുള്ള സീഡൊക്കെ ഇതുപോലെ ഇതാ പൊട്ടി വരുന്നുണ്ട്. ഇപ്പോൾ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പോപ്കോൺ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ഒരു പോപ്കോൺ മെഷീൻ്റെയോ അല്ലെങ്കിൽ വേറെ കുക്കറോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. ഏതൊരു പാത്രത്തിലായാലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ചീനച്ചട്ടിയിലോ നോൺ സ്റ്റിക്കിൻ്റെ പാനിലോ ഇനിയിപ്പോൾ കുക്കറിലായാലും ഉണ്ടാക്കിയെടുക്കാം. ഇനി അന്നേ ദിവസത്തെ രാത്രിക്കേക്കുള്ള ഡിന്നറിലേക്ക് ചപ്പാത്തിയാണ് ചുട്ടെടുക്കുന്നത്. അപ്പോൾ ചപ്പാത്തിയൊക്കെ ഇതാ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി മീനുണ്ടായിരുന്നു. അപ്പോൾ മീൻ വെച്ചിട്ട് മീൻ കറിയും ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.